സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സാലി ലേണിംഗ്. അനകംസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുകയല്ലേ? എക്സാമിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ്, മിസ്സേ എസ് എക്ക് ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക? എസ് എ വന്നാൽ മാക്സിമം നമുക്ക് ഒരു 3-4 മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ, 8 മാർക്കിലേക്ക് എത്തുന്നില്ല, അറ്റ്ലീസ്റ്റ് 7 പോലും പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. ഈ ഒരു ടെൻഷനാണ് എപ്പോഴും എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ ലൈവ് സെക്ഷനിൽ എപ്പോഴും ഈ എസ് എനെ കുറിച്ചാണ് ചോദിച്ചു കൊടുക്കരുത്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു 3 എസ് എ നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. എത്രയാണ്? 3 എസ് എ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന എസ് എ ഏതാണെന്ന് നോക്കിയേ. ചൈനയെ കുറിച്ചിട്ടാണ് മക്കളെ. ഒറ്റ മിനിറ്റ്. യെസ്, ചൈനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എസ് എ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചൈനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ചൈന ഈസ് കൺസിഡർഡ് ആസ് എ ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ. ചൈനയെ ഒരു ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? അപ്പം ചൈനയുടെ ഗ്രോത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചൈനയുടെ ഗ്രോത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലോ? റെഡി അല്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ചൈന മക്കളെ ഒരു ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നു വരുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണ്? പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ട്, എക്കണോമിക്, സാമ്പത്തികപരമായിട്ട്, ഒരു മിലിറ്ററി ട്രാൻസ്ഫോർമേഷൻ വരെ ചൈനക്ക് വന്നിട്ടുണ്ട്. എപ്പോഴാണ്? 1949 ശേഷം. എപ്പോഴാണ്? 1949 ശേഷം. കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ അണ്ടർ മാവോ സിഡോങ് യുണൈറ്റഡ് ദ കൺട്രി ആൻഡ് സ്ട്രെങ്തൻ ദ സെൻട്രൽ അതോറിറ്റി. മക്കളെ, മാവോ സിഡോങ്ങിന്റെ അണ്ടറിൽ കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ ചൈനയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൺട്രീനെ കൂടുതൽ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് കൊണ്ടുവരാനും അവരെ സെൻട്രൽ അതോറിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏർലി പോളിസീസ് ലൈക്ക് അവർ കൊണ്ടുവന്ന പോളിസീസ് ആണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അതേപോലെ കൾച്ചറൽ റെവല്യൂഷൻ. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായി? കോസ് എ സെറ്റ് ബാക്ക്. ചൈന ചേഞ്ച് ദ ഡയറക്ഷൻ ആഫ്റ്റർ ദ ഡെൻ സിയോപിങ് എക്കണോമിക് റിഫോർമേഷൻ. ഒരു സെറ്റ് ബാക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ആരുടെ പോളിസീസ്? ഏതൊക്കെ പോളിസീസ് പറയുന്നത്? ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡും അതേപോലെ കൾച്ചറൽ റെവല്യൂഷനും ഒരു സെറ്റ് ബാക്കിന് കാരണമായിട്ടുണ്ടെങ്കിൽ കൂടെ ഇവിടെ ചൈന അവരുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഡെൻ സിയോപിങ് 1978 എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നത്. ഡെൻ സിയോപിങ് 1978 എക്കണോമിക് റിഫോംസ് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിഫോംസ് ആണ് ചൈനയിൽ മാർക്കറ്റ് ഓറിയന്റഡ് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായത്. ചൈന ഒരു ഗ്ലോബൽ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചൈനയിൽ നടക്കുന്നുണ്ട്. ആൻഡ് പിന്നെ പറയുന്നത് നോക്കിക്കേ, ചൈനീസ് എക്കോണമി ഗ്രൂ അറ്റ് ദ അൺപ്രെഡിക്റ്റഡ് റേറ്റ്, ബിക്കമിങ് ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. ഒരാൾക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാതെ അത്രയും രീതിയിൽ എന്ത് ചെയ്തു? ചൈന വളർന്നു വരുന്നുണ്ട്. ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറാൻ ചൈനക്ക് സാധിച്ചു. അവരൊരു സ്ട്രോങ് മാനുഫാക്ചറിങ് കാപ്പബിലിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു മക്കളെ. അവർ പ്രധാനപ്പെട്ട ഒരു മേജർ എക്സ്പോർട്ടറായി മാറുന്നു. പലപ്പോഴും പല രാജ്യങ്ങളിലും ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുമതി ജീവിച്ച ആളുകൾ മേജർ എക്സ്പോർട്ടർ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് അവർക്ക് ഉണ്ടായിരുന്നു. ചൈന അവരുടെ എക്കോണമി എന്ത് ചെയ്തു? മോഡലൈസ് ചെയ്തു, മിലിറ്ററി മോഡലൈസ് ചെയ്യുന്നു, ആൻഡ് ടെക്നോളജിക്കൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ആൻഡ് അവരെ ഇൻഫ്ലുവൻസ് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലും എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ആവുന്നു. അവരൊക്കെ അതിൽ ഇൻഫ്ലുവൻസ് ആവുന്നു. അതേപോലെ UN WTO ഓർഗനൈസേഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് ഇന്റർനാഷണൽ, ഈ ഓർഗനൈസേഷനിലൊക്കെ ഒരു ആക്റ്റീവ് റോൾ ആർക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്? ചൈനക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർ ആയിട്ട് ചൈന മാറിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് അച്ചീവ് ചെയ്യാനാണ് അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ചൈനയെ നമുക്ക് എന്താണ് നിസ്സംശയം പറയാൻ പറ്റും, ഒരു ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ തന്നെയാണ് ആരെന്നുള്ളത്? ചൈന എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പോയിന്റ് ഔട്ട് ടു പോപ്പുലർ മൂവ്മെന്റ്. മക്കളെ, പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ചിപ്കോ മൂവ്മെന്റ്, എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ നല്ല വരിക. എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, 2 എൻവയോൺമെന്റൽ ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സുകൾ പറയാനാണ് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ പറയാം? ചിപ്കോ മൂവ്മെന്റും പറയാം, നർമ്മദ ബച്ചാവോ ആന്തോളൻ പറയാം. ഇതല്ലാതെ മക്കൾ വേറെ ഏതെങ്കിലും എൻവയോൺമെന്റ് ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ് അറിയെങ്കിൽ അതും എന്ത് ചെയ്യാം? എഴുതി കൊടുക്കട്ടെ. പക്ഷെ അത് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ ചിപ്കോ മൂവ്മെന്റിലേക്ക് നമ്മൾ വരികയാണെടാ. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
1970-കളില് ഹിമാലയൻ റീജിയൻ, ഉത്തരാഖണ്ഡ് ആ ഒരു ഹിമാലയൻ റീജിയനിൽ ഇപ്പൊ നമ്മുടെ ഉത്തർപ്രദേശിന്റെ പാട്ടാണ്, ആ ഒരു ഭാഗത്ത് നടന്ന മൂവ്മെന്റ് ആണ്. എല്ലാ ആളുകളും എന്ത് ചെയ്തു, മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരം കട്ട് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി സ്ത്രീകളാണ് ഇതിനെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. ചിപ്കോ എന്ന് പറയുന്നത് എംബ്രേസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ വരുന്ന മക്കളെ. മരത്തെ കട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഒരു സമരമാർഗം അവർ ആരംഭിക്കാണ്ട് ഒരു ഗാന്ധിയൻ രീതിയിൽ ആരെയും ഉപദ്രവിക്കും ഒന്നും ചെയ്യാത്ത ഒരു രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയത്. ഈ ഒരു മൂവ്മെന്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, അവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും ആ മരത്തിന്റെ അതായത് മരത്തിൽ നിന്ന് വീഴുന്ന കമ്പുകളും ചുള്ളികളും പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും, അതേസമയം ഗവൺമെന്റ് ഒരു സ്പോർട്സ് കമ്പനിക്ക് എന്ത് ചെയ്യാണ്, അവകാശം നൽകുകയാണ്. ആ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ചിലതും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഇതിനെതിരെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റ്. അതെ, അവര് വല്ല കമ്പോ ചുള്ളിയോ പൊട്ടിയതാണ് അവരെടുത്ത് കത്തിക്കോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അവർ ഉപയോഗിക്കാം. പക്ഷെ ഇത് മരത്തിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ സ്വന്തം നാട്ടിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പുറത്തു നിന്ന് ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിട്ടു നൽകുന്ന ഒരു രീതിയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ ലീഡേഴ്സ് ഉണ്ടായിരുന്നത് സുന്ദർലാൽ ബഹുഗുണയും ഗൗരവ ദേവി ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റ് നമുക്ക് തുടക്കത്തിൽ ഈ ഒരു മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതാണെങ്കിലും പിന്നീട് സോയിൽ കൺസർവേഷൻ, വാട്ടർ റിസോഴ്സസ്, ലോക്കൽ ലൈവ്ലിഹുഡ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല രാജ്യത്തുള്ള പല എൻവയോൺമെന്റ് മൂവ്മെന്റിനും ഒരു ഇൻസ്പിറേഷൻ ആയി മാറാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്, ഈ ഒരു മൂവ്മെന്റ് സാധിച്ചിട്ടുണ്ട്. അവസാനം കോടതി ഉത്തരവിറക്കാണ്. അടുത്ത 15 വർഷത്തേക്ക് ഹിമാലയൻ റീജിയന് മരങ്ങളൊന്നും കട്ട് ചെയ്യാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിറക്കുകയും അവരെ നാട്ടിലെ റിസോഴ്സ്, അത് വെള്ളമായിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, നാച്ചുറൽ റിസോഴ്സസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ലോക്കൽ പീപ്പിൾസിനായിരിക്കുമെന്നുള്ള ഒരു ഉത്തരവും കൂടെ എന്ത് ചെയ്യുന്നു, അവിടെ വരുന്നു. ഓക്കെ, ഇനി നർമ്മദ ബച്ചാവോ ആന്തോളനാണ് അടുത്ത നമുക്ക് നോക്കാം. NBA എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ NBA എന്താന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ NBA കുറിച്ച് പറഞ്ഞേ. NBA അഥവാ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് 1980-കളിൽ നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. നർമ്മദ റിവറിലും അതേപോലെ അതിന്റെ ട്രിബ്യൂട്ടറീസിലും ഡാം പണിതതിനെ തുടർന്ന് നടന്ന പ്രൊട്ടസ്റ്റ് ആണ്. എസ്പെഷ്യലി നമ്മളെ സർദാർ സരോവർ ഡാം. ഇതിന്റെ ആക്ടിവിസ്റ്റ് എന്ന മേധ പട്കർ ആണ്. പിന്നെ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെന്തിനാണ് ഈ ഒരു മൂവ്മെന്റ് നടത്താറ്? ഓഫ് കോഴ്സ് ഡാം നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. മൾട്ടി പർപ്പസ് ഡാം ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇറിഗേഷന്, കുടിവെള്ളത്തിന്, അതേപോലെ തന്നെ വ്യവസായങ്ങൾക്ക്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവർ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാം കാരണം ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ നമ്മൾ അവിടുന്ന് മാറ്റി പാർപ്പിക്കണം. ഏകദേശം 245ഓളം വില്ലേജിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നുണ്ട്. സോ ഇത് പ്രോപ്പർ ആയിട്ടൊരു റീഹാബിലിറ്റ് ചെയ്യണം. അവരാദ്യം പ്രോപ്പറായിട്ട് നിങ്ങൾ റീഹാബിലിറ്റ് ചെയ്യൂ, അതിനുശേഷം ഡാം പണിതോളൂ. ഈ ഒരു രീതിയിൽ അവർ അപ്രോച്ച് ചെയ്തെങ്കിലും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് മാത്രമേ നോക്കുള്ളൂ. അവിടെ എത്രത്തോളം ആളുകൾക്ക് അത് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നോക്കുന്നില്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ഈ മെഗാ ഡാം പ്രൊജക്ട് വരുന്ന സമയത്ത് ഒരുപാട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. സോ സമാധാനപരമായ ഒരു രീതിയിലൂടെ മാർച്ചുകള്, ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരങ്ങള്, ലീഗൽ ബാറ്റിൽസ്, ഇതൊക്കെയാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും എക്കോളജിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടും ഒരുപാട് എഫേർട്ട് എടുത്ത ആളുകളായിരുന്നു ഈ മേധാ പട്കറും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സോഷ്യൽ ഗ്രൂപ്പുകളും. ഓക്കെ, ക്ലിയർ ആയില്ല മക്കളെ ആ ഒരു കാര്യം? അപ്പൊ 2 എസ്സേയും നമ്മൾ എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഓക്കെ, യെസ്, നമ്മൾ ചൈനയെ കുറിച്ചും പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ആ ഒരു മൂവ്മെന്റിനെ കുറിച്ചും പഠിച്ചു. അടുത്ത എസ്സേയിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിച്ച് കേൾക്കുക. Explain the difficulties in the process of the partition of India and its consequences. ഈസി അല്ല മക്കളെ. നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക്, അതിപ്പോൾ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഓണം പരീക്ഷ ആയിക്കോട്ടെ, എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, പാർട്ടീഷൻ. സുഖമായിട്ട് നമുക്ക് 8 മാർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ 6.5 ഏതെങ്കിലും നമുക്ക് 6.5 മുതൽ 7 വരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി എസ്സേ ആണ് കേട്ടോ. അതിന് ഫുൾ മാർക്ക് അങ്ങോട്ട് വാങ്ങിക്കോളാം. നമുക്കറിയാം എന്നാണ് നമ്മൾ
പാർട്ടീഷൻ നടന്നത് 1947 അല്ലേ. സോ ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കിയിരുന്നു. റാഡ്ക്ലിഫ് കമ്മീഷനാണ് ഒരു വര വരയ്ക്കുകയും, അതായത് ഒരു ബോർഡർ അവർ വരയ്ക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് കൺഫ്യൂഷൻസും അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട്സും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പീപ്പിൾ ഡിഡ് നോട്ട് നോ വിച്ച് സൈഡ്, അതായത് ആളുകൾ എവിടെ പോകണമെന്നുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. റാഡ്ക്ലിഫ് വരച്ച വരയെ തുടർന്ന് കുറച്ച് ആളുകൾ എങ്ങോട്ട് പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം, കുറച്ചാൾ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുക, ആ ഒരു രീതിയിലേക്ക് വരുന്നു. 10 മുതൽ 12 മില്യൺ പീപ്പിൾ, ഹിന്ദുസ്, മുസ്ലിംസ്, സിഖ്, ഇവരൊക്കെ ഫോഴ്സ്ഫുള്ളി ഇവരെ ബോർഡറിലേക്ക് പറഞ്ഞു വിടുക. നിങ്ങൾ ഹിന്ദുക്കളാണ്, ഇന്ത്യയിലേക്ക് പോയിക്കും, നിങ്ങൾ മുസ്ലിംസുകളാണ്, അവിടെ പോയിക്കും. പണ്ട് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിംസുകളും ഒരുമിച്ച് ജീവിച്ച, അപ്പൊ ഈ റാഡ്ക്ലിഫ് വരച്ചൊരു വരയെ തുടർന്ന് കുറച്ചുപേര് ഇങ്ങോട്ടും കുറച്ചുപേരും അങ്ങോട്ടും പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. എല്ലാ മെഷീനറീസും അഡ്മിനിസ്ട്രേഷൻ മെഷീനറീസ് ഒക്കെ കൊളാപ്സ്ഡ് ആവുന്നു. ഒരു ഹ്യൂജ് പോപ്പുലേഷന് മക്കളെ ഒരു ഇൻഫോർമേഷൻ മുന്നേ കൂട്ടി ഒരു ഇൻഫോർമേഷൻ കൊടുക്കാതെ പെട്ടെന്ന് ഒരു നിമിഷം എന്ത് ചെയ്യുക, പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ് അല്ലേ ചെയ്യുന്നത്. ഒരുപാട് കമ്മ്യൂണൽ റയോട്ട്സ് കൊൽക്കത്ത, അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കമ്മ്യൂണൽ സോണുകളായിട്ട് എന്ത് ചെയ്യാം മാറാം. വർഗീയ ലഹളകൾ നടക്കുന്ന അമൃത്സർ, ഇതൊക്കെ വർഗീയ ലഹളകൾ നടക്കുന്ന വേദികളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പഞ്ചാബ്, ബംഗാളിലൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു, മരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓൾസോ പോസ് ദ ചാലഞ്ചസ് ആസ് ദേ ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നാട്ടുരാജ്യങ്ങൾക്കും എന്താണ് ടെൻഷൻ ഉണ്ടായി, ഞങ്ങൾ ഇവരെ കൂടെ ചേർന്നു അല്ലെങ്കിൽ ഇവിടെ കൂടെ ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ എന്ത് ചെയ്തു, അവർക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മക്കളെ. ഇതൊരു ട്രാജിക് ട്രാൻസ്ഫർ എന്ന് നമുക്ക് പറയാം. ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ട്രാജിക് ട്രാൻസ്ഫർ ആണ്. ലാർജ് സ്കെയിൽ ഓഫ് വയലൻസ് നടക്കുന്നു, ഒരുപാട് ആളുകളുടെ ലൈഫ് പോകുന്നു, ഡിസ്ട്രക്ഷൻ, പോവേർട്ടി ഇതൊക്കെ വരുന്നു, ഫാമിലീസ് നഷ്ടപ്പെടുന്നു, സ്ത്രീകൾ ഫേസ് ചെയ്ത അട്രോസിറ്റീസ് ഒക്കെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ നേരിട്ട്. ഇവർ റെഫ്യൂജികളായിട്ട് മാറുകയാണ്. സാമ്പത്തികപരമായിട്ടും ഇവർ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സ്വന്തമായി വീട്, നാട്, ഊരൊന്നുമില്ല. പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് പിരിഞ്ഞു. അതിനെ തുടർന്ന് ഒരുപാട് ഓൺഗോയിങ് ടെൻഷൻസ് ഉണ്ടാവുക, യുദ്ധങ്ങൾ ഉണ്ടാവുക. ഈ ഒരു ഇത് കാരണം, ഈ ഒരു നമ്മളെ വിഭജനം കാരണം ഉണ്ടായ ട്രോമാസ് ഒന്നും ആളുകളുടെ ലൈഫിൽ നിന്ന് മാറാത്ത രീതിയിൽ ഉണ്ടാവുകയാണ്. ഇപ്പൊ സ്ത്രീകളെ കേസ് പറയുകയാണെങ്കിൽ അവരെ കുടുംബത്തിലെ ആളുകൾ തന്നെ കൊന്നു. എന്തിനാണ്? ഈ വേറെ ആളുകളൊന്ന് റേപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ല നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാം കൂടെ കൊന്നാളുന്നുള്ള രീതിയിൽ അവർ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ദുരന്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഈ സ്ത്രീകളൊക്കെ പ്രസവിച്ച്, അതായത് വേറെ മതത്തിലുള്ള ആളുകളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഇട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിൽ വരുന്നു. കാരണം അവരെ വീട്ടുകാർ ഇവരെ ഈ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് തിരിച്ചു കൂട്ടിക്കൊണ്ടും ഈ മക്കളെ കൊണ്ടുപോകത്തില്ല. കാരണം അന്യമതസ്ഥന്റെ കുട്ടീനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ കുട്ടികളെയും എന്ത് ചെയ്യാണ്, ആ കുട്ടീസിനൊന്നും അവർ കൂടെ കൂട്ടത്തില്ല. അപ്പൊ എത്രയോ അമ്മമാരുടെ നിലവിളികളൊക്കെ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അവരെ കണ്ണീരിന്റെ ഈറ്റിലമായിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യ ആയിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു വിഭജനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അവരെന്താണോ ആഗ്രഹിച്ചത് അത് അവർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത്രയോളം വേദനാജനകമായി. ഇപ്പൊ സന്തോഷത്തിന്റെ മധുരം നുകരേണ്ട സമയത്ത് അവർ കണ്ണുനീരിന്റെ ഉപ്പുരസമാണ് അവർ നുകർന്നിട്ടുണ്ടായിരുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടി, ഓഗസ്റ്റ് 5 സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് എൻജോയ് ചെയ്യേണ്ട മൊമെന്റിൽ അവർ കണ്ണുനീരിന്റെ ആ ഒരു ഉപ്പുരസം നുണഞ്ഞിട്ടാണ് അവർ പല സ്ഥലങ്ങളിലേക്കും പോയതും ബ്രൂട്ടലി ആയിട്ട് കൊല്ലപ്പെട്ടതും റേപ്പ് ചെയ്യപ്പെട്ടതും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നരകിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തെന്നുള്ളൊരു തോട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിലായിരുന്നു. നമ്മൾ ഇന്ത്യയിലാണോ, നമ്മള് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നൊരു സിനിമ കണ്ടില്ലേ, അതിൻ്റെ അത് ജയസൂര്യ പറയുന്നില്ലേ, ഇങ്ങോട്ട് ജയസൂര്യാണോ ആരോ പറയുന്നുള്ളത്, ജയസൂര്യാണ് അതിലെ ആക്ടർ ആയിട്ടുള്ളത്. ഇങ്ങോട്ട് പോയാൽ തമിഴ്നാട്, ഇങ്ങോട്ട് പോയാൽ കേരളം. അതേപോലെ തന്നെ ഒരു കാലം ഇങ്ങോട്ട് വെച്ചാൽ ഇന്ത്യ, ഒരു കാലം ഇങ്ങോട്ട് വെച്ചാൽ പാകിസ്ഥാൻ. ആ രീതിയിലായിരുന്നു. ഇന്ത്യയിൽ എവിടെയും ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും രൂപീകരിക്കേണ്ടത്. അതായത് ഇപ്പൊ ഇതൊരു പ്രദേശമാണെന്ന് വിചാരിച്ചോ. ഈ പ്രദേശത്ത് നിന്ന് ഈ ഒരു സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റോപ്പ് ഇന്ത്യയും രണ്ടാമത്തെ സ്റ്റോപ്പ് പാകിസ്ഥാനും, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റോപ്പ് ഇന്ത്യയും ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനും. ആ രീതിയിലാണ് എവിടെയാണോ മുസ്ലിം മെജോറിറ്റി ഉള്ളത് അത് പാകിസ്ഥാൻ. ആ ഒരു രീതിയിലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. എന്നിട്ടും ഈ ഒരു പാർട്ടീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ മനസ്സിലാക്കിയാൽ എത്രയോ ലക്ഷത്തോളം മുസ്ലിംസുകൾ എവിടേക്ക് പോയിട്ടില്ല, പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. അപ്പോൾ മുസ്ലിംസുകൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. ഏതോ ഒരു വ്യക്തി, മുഹമ്മദ് അലി ജിന്നയെ പോലുള്ള വ്യക്തികളുടെ ആ ഒരു പ്രേരണയാൽ എന്ത് ചെയ്ത് 2 നാഷൻ തിയറി തുടർന്ന് രാജ്യം രണ്ടായി വിഭജിക്കുകയും അതിനെ തുടർന്ന് ഇത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഈ ഒരു എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്ത് വെക്കുക. അടിപൊളിയായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. യാതൊരു പേടിയും വേണ്ട, നമുക്ക് അടിപൊളി മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ വേറൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.